ഹായ്, നമ്മളൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മളെ കുറച്ച് വീഡിയോയിൽ കുറച്ച് കമൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് റീപ്ലൈ തരാൻ വേണ്ടിയായിരുന്നു. ഇനി കാര്യത്തിലോട്ട് കിടക്കാം. നമ്മളോടൊരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി ഒരു പ്രവാസിയാണ്. വർഷത്തിൽ 1-2 തവണ നാട്ടിൽ വരുള്ളൂ. അതിനുവേണ്ടി ഒരു താർ RWD എടുത്ത ഡീസൽ എടുത്ത പുള്ളിക്ക് എങ്ങനെയാണ് എന്തെങ്കിലും വിഷയങ്ങളോ ഭാവി വല്ലതും ഉണ്ടാവുമെന്ന് ചോദിച്ചായിരുന്നു. അതിനുള്ള റീപ്ലൈ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലില്ലെങ്കിൽ ഈ ഡീസൽ വണ്ടിയുടെ ആവശ്യമില്ല, ഒരു പെട്രോൾ വണ്ടി എടുത്താൽ മതി. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ഒരു 4 ഡീസൽ വണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഡീസൽ വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സ്ഥിരം ഉപയോഗിക്കേണ്ട വണ്ടിയാണ്. ഉപയോഗിച്ചില്ലേ കംപ്ലയിൻറ്റ്സ് കൂടുതലാണ്. നമുക്ക് വല്ലപ്പോഴും ഉള്ള ഒരു ഉപയോഗമാണ് എപ്പോഴും പെട്രോൾ വണ്ടിയാണ് നല്ലത്. അതുപോലെ തന്നെ നമ്മൾ ഡീസൽ വണ്ടി എടുക്കുമ്പോൾ നോർമലി നമുക്ക് പെട്രോൾ വണ്ടിയേക്കാൾ ഒരു 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ കൂടുതൽ വരുന്നുണ്ട്. കാരണം നമ്മൾ ഈ പൈസ കൂടുതൽ കൊടുക്കുന്നത് നമ്മളിത് ഓടി മുതലാക്കാൻ വേണ്ടിയാണ്. അന്നേരം ഓട്ടം ഇല്ലാത്ത ഒരാൾ ഈ വണ്ടി എടുക്കുന്നതുകൊണ്ട് പുള്ളിക്ക് ഗുണമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ പെട്രോൾ എടുത്താൽ മതി. കാരണം നമുക്ക് വലിയ കംപ്ലയിൻറ്റോ കേസൊന്നും കാണത്തുമില്ല. കാരണം നമുക്ക് വരുമ്പം അത്യാവശ്യം ഉപയോഗിക്കുകയും ചെയ്യാം. കാരണം ഡീസലാകുമ്പോൾ നമുക്ക് അത്യാവശ്യം ഓടിച്ചില്ലെങ്കിൽ അത്ര നല്ലതല്ല. പിന്നെ നമ്മളോട് വേറൊരു കസ്റ്റമർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി ഓൾറെഡി താർ RWD എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എടുത്തിട്ട് 1000 കിലോമീറ്റർ ആവുന്നേ ഉള്ളൂ. എന്നാ മൈലേജ് ഇപ്പം പുള്ളിക്ക് നിലവിൽ 10-12 കിട്ടുന്ന മൈലേജ്, അത് കൂടി വരുമോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് ഇട്ടിട്ടുണ്ടാകുന്നു. അതിനെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു പുള്ളി കൂടുതലും ലോക്കലോട്ടായിരിക്കും കൂടുതൽ ഓടുന്നത്. നമ്മളിപ്പം ലോക്കൽ ഓടിക്കഴിഞ്ഞാൽ ഓൾറെഡി നമ്മളെ ട്രിപ്പ് മീറ്റർ ആ രീതി സെറ്റായി കിടക്കും. അന്നേരം ഒരു ലോങ് ഓടിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ മാറ്റം വരും. അതുപോലെ ലോങ് ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് റീസെറ്റ് ചെയ്യണം. റീസെറ്റ് ചെയ്ത് കഴിയുമ്പം കുറച്ച് യഥാർത്ഥ മൈലേജും കാര്യങ്ങളൊക്കെ കുറച്ച് മാറി വരും. കാരണം ഇപ്പോൾ നമ്മൾ ആ ലോക്കൽ ഓടി ആ മൈലേജ് ഈ ട്രിപ്പ് മീറ്റർ സെറ്റായിട്ട് കിടക്കുന്നതുകൊണ്ടാണ് നമുക്കിങ്ങനെ 10-12 കാണിക്കുന്നത്. നോർമലി എനിക്ക് ഇതൊരു ലോക്കലി ഒരു 14-15 കിട്ടുന്നുണ്ട്. ലോങ് ആണെങ്കിൽ 16-17 കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുക, നമുക്ക് നമ്മൾ ട്രിപ്പ് മീറ്റർ അല്ല, നമുക്ക് സിസ്റ്റത്തിൽ തന്നെ കാർ ഇൻഫോയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് മൈലേജ് കറക്റ്റ് അറിയാൻ പറ്റും. കാരണം ഓരോ ദിവസവും കിട്ടിയ മൈലേജും എല്ലാം നമുക്ക് ഫുള്ള് സ്പ്ലിറ്റപ്പ് കിട്ടും. ഞാൻ അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. നമുക്ക് ട്രിപ്പ് മീറ്റർ അല്ലാതെ നമ്മളെ താറിൻ്റെ കാർ ഇൻഫോയ്ക്കകത്ത് കയറി നമുക്ക് വണ്ടിക്ക് എന്നാ മൈലേജ് കിട്ടുന്നതെല്ലാം ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അറിയാം. അതെങ്ങനെ എടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം കാർ ഇൻഫോ എടുക്കുക. കട്ടാക്കോ അതിൻ്റെ എടുക്കാമോ? ഇല്ല, എടുത്തു. ആദ്യം കാർ ഇൻഫോ എടുക്കുക. അതിനകത്ത് യൂസ്നെസ് എന്നുള്ളത് എടുക്കുക. എന്നിട്ട് ഇവിടെ കൊടുക്കുക. ഇപ്പം നമ്മളെ സ്പ്ലിറ്റപ്പ് കിട്ടിയിട്ടുണ്ടോ മൈലേജ്. അതിൽ തന്നെ നമുക്ക് ട്രിപ്പ് ചാർട്ട് എല്ലാ ഡീറ്റെയിൽസും സെപ്പറേറ്റ് കിട്ടും. ആവറേജ് ഇപ്പം കിലോമീറ്റർ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓരോ ദിവസം നമുക്ക് കിട്ടിയതാണ്. നമ്മൾ ഓരോ ദിവസം കയറി ടോപ്പ് സ്പീഡ്, ഐഡിയൽ, നമ്മളെല്ലാ ഡീറ്റെയിലും നമ്മൾ ഐഡിയൽ സ്പീഡ് എത്ര നിർത്തിയിട്ടല്ല, അങ്ങനെ എല്ലാ ഫുൾ ഇൻഫർമേഷൻ നമുക്ക് ഇതിൽ അറിയാൻ പറ്റും. ക്ലച്ച് എത്ര പ്രാവശ്യം പ്രസ് ചെയ്തു, ക്ലച്ച് എത്ര പ്രാവശ്യം ചെയ്തു, അതുപോലെ നമ്മൾ മൈലേജിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. നമുക്ക് സിസ്റ്റത്തെ അറിയാൻ പറ്റും, കാർ ഇൻഫോയ്ക്കകത്ത് കയറി അറിയാൻ പറ്റും എന്നൊക്കെ പറഞ്ഞല്ലോ. ഇപ്പം എന്താ പറയുക, ഇപ്പം എല്ലാ വണ്ടിക്കാർക്കും കാർ ഇൻഫോയും ഒന്നും ഇല്ലാത്തവരുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ നോർമലി ഇതൊന്നും ഇല്ലാത്തവർക്ക് നമുക്ക് മൈലേജ് അറിയാൻ ഒരു വഴിയും കൂടെ ഉണ്ട്. ഏകദേശം നമുക്ക് ആവറേജ് അറിയാൻ പറ്റും. നമ്മൾ ഇടയ്ക്കൊക്കെ ഫുൾ ടാങ്ക് അടിക്കുമല്ലോ, കാറാണേലും ബൈക്കാണേലും. അങ്ങനെ ഫുൾ ടാങ്ക് അടിച്ച് കഴിഞ്ഞ് നമ്മൾ എക്സാമ്പിൾ ഒരു 100 കിലോമീറ്റർ ഓടിയെന്ന് വെച്ചു. ആ 100 കിലോമീറ്ററും നമ്മൾ അതിന് ഒന്നും കൂടെ ഫുൾ ടാങ്ക് അടിക്കുക. അന്നേരം എത്ര പെട്രോൾ ആയെന്നുള്ളത് ഈക്വൽ ചെയ്യുക. അതായത് കിലോമീറ്റർ പെട്രോൾ വെച്ച് ഈക്വൽ ചെയ്യുക. അന്നേരം കിട്ടുന്ന മൈലേജും ഏകദേശം നമുക്ക്. അതുപോലെ തന്നെ നമ്മളോട് കസ്റ്റമർ ആവശ്യപ്പെട്ട വേറൊരു കേസാണ്. നമ്മളിനി വീഡിയോ ചെയ്യുമ്പോൾ വണ്ടിയുടെ പ്രൈസും കൂടെ ആഡ് ചെയ്യാമെന്ന്. താർ RWD വരുന്ന മൊത്തം 3 വേരിയൻ്റാണ് വരുന്നത്. AX, LX, പിന്നെ ഒരു ഓട്ടോമാറ്റിക്. അതുപോലെ തന്നെ AX വരുമ്പം 13,80,000 രൂപയാണ് വരുന്നത്. LX വരുമ്പം 15,60,000 രൂപ റേഞ്ച് വരും. ഓൺ റോഡാണ് പറയുന്നത്. അതുപോലെ തന്നെ പെട്രോൾ വരുമ്പം പെട്രോൾ ഒറ്റ ഓപ്ഷനുള്ള ഓട്ടോമാറ്റിക് മാത്രമേ ഉള്ളൂ. അത് 17 സംതിങ്ങാണ് വരുന്നത്. 17,26,000 വരും. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞേക്കുന്നത് ഈ ഇപ്പോഴത്തെ ഒരു ഓൺ റോഡാണ് പറഞ്ഞേക്കുന്നത്. ഇതെപ്പോഴും മാറ്റം വരും. കാരണം വണ്ടി വില കൂടുകയോ ടാക്സ് കൂടുകയോ ഇതെല്ലാം മാറ്റം വരും. കാരണം മഹേന്ദ്രയൊക്കെ എല്ലാ മാസവും വണ്ടി വില കൂട്ടിക്കൊണ്ടിരിക്കുക. അന്നേരം ചെല്ലുമ്പോൾ ഈ വിലയൊന്നും ഇല്ലായിരിക്കും. ചിലപ്പോൾ അങ്ങോട്ടോ ചെറിയ മാറ്റങ്ങളൊക്കെ വരും.